നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. നമുക്ക് പ്രാർത്ഥനയോടെ ഈ ധ്യാനം ആരംഭിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ നിമിഷത്തിനായി നന്ദിയോട് സ്തോത്രം. അവിടുത്തെ വചനം ധ്യാനിപ്പാനും ആ വചനത്തിലൂടെ രൂപാന്തരം പ്രാപിപ്പാനും ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണം. മഹത്വം സ്വീകരിക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. ഗന്നേസര തടാകക്കരയിൽ വച്ചുള്ള യേശുവിൻ്റെ പത്രോസുമായിട്ടുള്ള കൂടിക്കാഴ്ചയും സംഭാഷണങ്ങളും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സംഭവിച്ചതായിട്ടാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പ്രസംഗങ്ങൾ ഈ ഭാഗത്തെ ആസ്പദമാക്കി നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആഴങ്ങളിലേക്കോ വിശദീകരണങ്ങളിലേക്കോ പോകാതെ ചെറിയൊരു സന്ദേശമാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശു പത്രോസിനോട് ആവശ്യപ്പെടുന്ന 2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി ആടുകളെ മേയ്ക്കുക, 2 ആടുകളെ പാലിക്കുക. ഈ 2 കാര്യങ്ങൾ, ഇതിന് ഏറ്റവും ഈ 2ഉം ചെയ്യുവാൻ ഉള്ള യോഗ്യതയായി കർത്താവ് കാണുന്നത്, കർത്താവ് പത്രോസിനെയും നമ്മയെല്ലാം സ്നേഹിച്ച ആഴമായ സ്നേഹം തിരികെ നൽകാൻ കഴിയുമ്പോഴാണ് ഈ 2 കാര്യങ്ങളും അനുവർത്തിക്കുവാൻ യോഗ്യത ഉണ്ടാകുന്നത്. കർത്താവ് അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത്. യേശു ക്രിസ്തുവിനെ ആഴമായി സ്നേഹിക്കുക, എങ്കിലേ ആടുകളെ പാലിക്കുവാൻ കഴിയുകയുള്ളൂ. അത് വ്യക്തമാക്കുവാൻ വേണ്ടി പത്രോസിനോട് യേശു കർത്താവ് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. 3 പ്രാവശ്യം ഒരേ ചോദ്യം ആവർത്തിക്കുന്നു. ആ ചോദ്യത്തിലൂടെ കർത്താവ് കൂടുതൽ വ്യക്തത വരുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ ചോദ്യത്തിൽ ആദ്യത്തെ 2 ചോദ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം അഗാപ്പെ എന്നുള്ളതാണ്. ആ ചോദ്യങ്ങൾക്ക് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യത്തിൽ ആ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ പത്രോസ് നൽകുന്ന മറുപടി ഫിലയോ എന്നുള്ളതാണ്. അഗാപ്പെ എന്നുള്ളത് ആഴമായ സ്നേഹം, സാക്രിഫിഷ്യൽ ലവ്, ത്യാഗപരമായ, കർത്താവ് നമ്മെ സ്നേഹിച്ച അതേ അളവിലുള്ള സ്നേഹം. ഫിലയോ എന്ന് പറയുന്നത് ഒരു സാധാരണ സൗഹൃദമാണ്. പത്രോസിൻ്റെ മറുപടിയിൽ ആ സൗഹൃദമാണ് ഉണ്ടെന്നാണ് പറയുന്നത്. 3-ാമത്തെ പ്രാവശ്യം യേശു ചോദിക്കുമ്പോൾ ഈ വാക്ക് മാറ്റുന്നു. പത്രോസേ, നിനക്കെന്നോട് ഫിലയോ എങ്കിലും ഉണ്ടോ? അപ്പോഴാണ് പത്രോസ് പറയുന്നത്, കർത്താവേ, നീ സകലതും അറിയുന്നു എന്ന് പറഞ്ഞിട്ട് പതിവായിട്ടുള്ള നേരത്തെ പറഞ്ഞ 2 ഉത്തരം അതേപോലെ തന്നെ ഉത്തരം തുടരുകയാണ്. എനിക്ക് നിന്നോട് സൗഹൃദമുണ്ട്. എന്നാൽ യേശു കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു സൗഹൃദം കൊണ്ട് എൻ്റെ ആടുകളെ മേയ്ക്കുവാനോ പാലിക്കുവാനോ നിനക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നിന്നിൽ നിന്ന് ഈ ഫിലയോ അല്ല, ആഴമായ സ്നേഹം, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീ എന്നെ സ്നേഹിക്കണം. നിൻ്റെ അഗാപ്പെ എനിക്ക് വേണം പത്രോസേ, കാരണം നീ എൻ്റെ ശുശ്രൂഷകനായി തീരുകയാണ്. ആ സ്നേഹമെന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ശദ്രക്, മേശക്, അബേദ്നെഗോയിലും പൗലോസിലുമൊക്കെ കണ്ട സ്നേഹം, മരണം മുമ്പിൽ കണ്ടാലും മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയാത്ത ആഴമായ സ്നേഹം, ദൈവത്തോട് ഉള്ള ആഴമായ സ്നേഹം, അതാണ് ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഉള്ള ഏറ്റവും വലിയ യോഗ്യത എന്ന് കർത്താവ് പത്രോസിനോട് പറയുകയാണ്. ആ ഒരു വ്യക്തത വരുത്തുവാൻ പത്രോസിനോട് കർത്താവ് ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോഴും പത്രോസിൻ്റെ മാനസിക അവസ്ഥ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടും ഈ ചോദ്യങ്ങൾ കൊണ്ടും രൂപാന്തരപ്പെടുകയാണ്. നീ സകലതും അറിയുന്നു എന്നുള്ള പത്രോസിൻ്റെ പ്രസ്താവനയിൽ താൻ ഒന്നുമല്ലാത്തവനായി തീരുകയാണ്. ദൈവസന്നിധിയിൽ യാതൊരുവിധമായ ശക്തിയും ശേഷിക്കാത്ത മനുഷ്യനായി തീരുന്നു. അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള പത്രോസിൻ്റെ രൂപാന്തരം സംഭവിക്കുന്നത്. തുടർന്നുള്ള കർത്താവിൻ്റെ ഇടപെടലുകളും സാന്നിധ്യവും പത്രോസിനെ പരിപൂർണമായ ഒരു രൂപാന്തരത്തിലും വ്യക്തതയുള്ള തീരുമാനത്തിലേക്കും നയിക്കുകയാണ്. നീ പാറയാകും എന്നുള്ള കർത്താവിൻ്റെ പ്രസ്താവന, അതിനുശേഷം സംഭവിക്കുന്നത് തൻ്റെ ജീവിതത്തിലുടനീളം പരാജയങ്ങളാണ്. പലപ്പോഴും പരാജയങ്ങൾ. കർത്താവിൽ നിന്ന് ദയനീയമായ ശാസന ഏറ്റുവാങ്ങേണ്ടി വരുന്നു. കർത്താവിനെ തള്ളിപ്പറയുന്നു. കടലിന് മേലൂടെ നടക്കുമ്പോൾ അവിടെയും വീഴ്ച സംഭവിക്കുന്നു. ഇങ്ങനെ ദയനീയമായ സംഭവങ്ങൾ. അത് മാത്രമല്ല, ഗന്നേസര തടാകക്കരയിൽ യേശു വന്ന് ശീമോനെ എന്നുള്ള വിളി,
നീ പാറയാകും എന്ന് പറഞ്ഞ കർത്താവിന്റെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായ അർത്ഥം വരുന്നതാണ് ശീമോൻ എന്നുള്ള പദം. കർത്താവ് തന്നെ ശീമോൻ എന്ന് വിളിക്കുമ്പോൾ തൻ്റെ ഉള്ളം ഉരുകിപ്പോവുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്, പത്രോസേ അല്ലെങ്കിൽ ശീമോനെ, നീ ഇങ്ങനെ ശീമോനായിരിക്കുകയല്ല, നീ പാറയായി മാറണം. എന്നെ അനുഗമിക്കുവാൻ നീ പാറയായി തീർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പത്രോസിനെ കൊണ്ടുവരിക കർത്താവ് ആഗ്രഹിക്കുകയാണ്. പത്രോസേ, നിന്റെ സാധാരണ പ്രിയം എനിക്ക് വേണ്ട, നിന്റെ അഗാപ്പെ ആണ് എനിക്ക് ആവശ്യം. ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീ എന്നെ ആഴമായി സ്നേഹിക്കണം. മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയാത്ത, അല്ലെങ്കിൽ എന്നെ വിട്ടു പോകാത്ത ഒരു പാറയായ മനസ്സിന്റെ ഒരു ഉറവിടമായി നീ മാറണം എന്നതാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തുമ്പോഴാണ് കർത്താവിന്റെ സാന്നിധ്യവും കർത്താവിന്റെ സംഭാഷണവും പത്രോസിനെ വളരെയധികം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്തിട്ട് പാറയ അനുഭവത്തിൽ ഉറച്ച തീരുമാനം മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് കർത്താവേ, നിനക്ക് ഞാൻ എൻ്റെ അഗാപ്പെ നൽകുവാൻ എൻ്റെ ഉള്ളം തയ്യാറാണ് എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് കർത്താവ് പറയുന്നത്, എന്നെ അനുഗമിക്കുക, കം ആൻഡ് ഫോളോ മീ, എന്നെ അനുഗമിക്കുക. പത്രോസ് അവിടെ തന്നെ കർത്താവിനെ അനുഗമിക്കുകയാണ്. പിന്നെ ഒരു തിരിഞ്ഞു നോട്ടം പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഈ സ്നേഹമാണ് നമ്മെ ശുശ്രൂഷ ചെയ്യുവാൻ പ്രേരിപ്പിക്കേണ്ട ചാലക ശക്തി എന്ന് പറയുന്നത്. എങ്കിൽ കർത്താവ് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള സ്നേഹം നമ്മൾ കർത്താവിന് നൽകുവാൻ തയ്യാറായി സമർപ്പിക്കുകയാണെങ്കിൽ കർത്താവ് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ആടുകളെ മേയ്ക്കുക. ആടുകൾക്ക് നല്ല ഭക്ഷണം നൽകണം എന്നതാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. ജീവിപ്പിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം, മായമില്ലാത്ത പാൽ. പൗലോസിന്റെ ഭാഷയിൽ പിന്നെയും മുമ്പോട്ട് പോയാൽ ചിലപ്പോഴെങ്കിലും ആഴമായ അർത്ഥങ്ങളിൽ പൗലോസ് പറയുന്നത് പോലെ കട്ടിയായ ആഹാരം. ദൈവജനമായി ഗുണനിലവാരമുള്ളവരായി, അതുപോലെ ദൈവിക കൃപകളിൽ വർദ്ധിച്ചു വരുന്നവരായി ജനങ്ങളെ രൂപാന്തരപ്പെടുത്തുക. അങ്ങനെ അതിനുവേണ്ടി പഠനവും പരിശീലനവും ഒക്കെ ശുശ്രൂഷകന് ആവശ്യമാണ്. അതോടൊപ്പം ദൈവസന്നിധിയിൽ നിരുപാധികമായി ഇരിക്കുവാൻ കർത്താവിൽ നിന്ന് ലഭ്യമാകുന്ന ചിന്തകൾ, സന്ദേശം ഉണ്ട്. ആ സന്ദേശം നൽകുവാൻ ശുശ്രൂഷകൻ തയ്യാറാകണം. അതിനുവേണ്ടി വളരെയധികം സമയം ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടി വരും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. അപ്രകാരമായാൽ, ദൈവസന്നിധിയിൽ അപ്രകാരം ചെലവിട്ടാൽ, ആ പൗരോഹിത്യം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള പൗരോഹിത്യം അവഹേളിക്കപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള പൗരോഹിത്യത്തെ അവഹേളിക്കുന്നത് മുഴുവൻ സഭയെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. മാത്രമല്ല, ആ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച ആ ദൈവത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അതിനെ നിസ്സാരമായി ആരും കാണുവാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് ദൈവജനത്തിന്റെ അവഹേളനമാണ് എന്ന് മറന്നു പോകരുത്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ ആട്ടിൻ കൂട്ടത്തിൽ ഉണ്ടാകും. അത് ഒരുപക്ഷെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾക്കും ശുശ്രൂഷകന്മാർക്കുമെല്ലാം വേദനാജനകമായ മുറിവുകളും ഭാരങ്ങളും ഒക്കെ നൽകുന്നവരായിരിക്കാം. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്ഥാനവും മാനവും അധികാരവും പണവും ഒക്കെയാണ്. പക്ഷേ അങ്ങനെയുള്ളവർ ഏൽപ്പിക്കുന്ന, മനസ്സിനേൽപ്പിക്കുന്ന മുറിവുകൾ, ആ മുറിവുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഭൂരിഭാഗം വരുന്ന ജനത്തിന് നൽകുന്ന ഭക്ഷണത്തിൽ മായം കലർത്തുവാൻ ഇടയാകരുത്. ഞാൻ പറഞ്ഞതിന്റെ സാരം, അങ്ങനെ ആരെങ്കിലും ഒരു വിരലെണ്ണാവുന്ന ചില ആൾക്കാർ ഉണ്ടാക്കുന്ന മുറിവുകൾ, വേദനകൾ, ആ വേദന ശുശ്രൂഷകന്റെ ഉള്ളിൽ വച്ചിട്ട് ഞായറാഴ്ച പുൽപ്പിറ്റിൽ അത് പ്രതിഫലിപ്പിക്കുവാൻ പാടില്ല. അതുകൊണ്ട് ആ വേദനകളും പ്രയാസങ്ങളും മാറുവാനാണ് ദൈവസന്നിധിയിൽ കൂടുതൽ ഇരിക്കേണ്ടത്. അവിടെ ദൈവസ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ചിന്തകൾക്ക് മാറ്റമുണ്ടാകുവാൻ കഴിയുകയുള്ളൂ. ആരോടും വിരോധം തോന്നേണ്ട കാര്യമില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്നുള്ളത് ഓർക്കണം. രണ്ടാമതായി കർത്താവ് ആവശ്യപ്പെടുന്നത്, കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നുവെങ്കിൽ ആടുകളെ പാലിക്കുക എന്നുള്ളതാണ്. ആടുകളെ അറുപ്പാനും മുടിപ്പാനുമായി കള്ളന്മാർ വരും. അവരെ തിരിച്ചറിയാൻ ആടുകൾക്ക് കഴിയണമെന്നില്ല. അതിനാൽ അവരെ ദൈവവചനത്തിലും ദൈവത്തിലും ചേർത്ത് നിർത്തുവാൻ നമ്മുടെ ശുശ്രൂഷകൾ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ്. അവരോട് നമുക്ക് ഒരു വിരോധവും തോന്നേണ്ട കാര്യമില്ല. നമ്മെ സ്നേഹിക്കുന്നവർ കാണും, വിമർശിക്കുന്നവർ കാണും, നമ്മെ തെറ്റായി ചിന്തിക്കുന്നവരും തെറ്റിദ്ധരിക്കുന്നവർ കാണും. അവിടെയൊക്കെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുകയും കർത്താവിന്റെ മുറിവുകളെ സ്മരിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് അനുഗ്രഹീതമായ രൂപാന്തരത്തിന് വിധേയമാകുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് തിന്മ ശക്തികളോടാണ്, പൈശാചിക ശക്തികളോടാണ്. അത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമാണ്. ഒരു പുരോഹിതന് വേണ്ടിയും ശുശ്രൂഷയ്ക്ക് വേണ്ടിയും സാധാരണ ജനങ്ങൾ, ദൈവജനങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതാണ്.
അത് നമ്മൾ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ അന്ന് ആ നിമിഷം മുതൽ പ്രാർത്ഥന ഉണ്ടാകണം. നമ്മുടെ വ്യക്തിപരവും കുടുംബപരമായ പ്രാർത്ഥനകളിൽ അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശുശ്രൂഷകന് വേണ്ടി പ്രാർത്ഥിക്കുക, സന്ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത ഞായറാഴ്ച ഒരു ദൈവത്തോടുള്ള ബന്ധത്തിന്റെ ഒരു ആഘോഷമായി ആരാധന മാറണം. അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക. അതിൽ ജനത്തിന് സൗഖ്യവും നന്മയും ഉണ്ടാകുവാൻ ഇടയായിത്തീരും. കർത്താവ് ഗത്സമനയിലെ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മർക്കോസ് സുവിശേഷം 14 അധ്യായം 37 വാക്യം. ശീമോനെ നീ ഉറങ്ങുന്നുവോ? ശീമോനെ നീ ഉറങ്ങുന്നുവോ? ജനത്തിന്റെ വിമോചനത്തിന് വേണ്ടി ഹൃദയഭേദകമായ വേദനയോടെ ഞാനിവിടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ ഉറങ്ങുകയാണോ? ഓരോ ശുശ്രൂഷകനോടും ക്രിസ്തുവിന്റെ ചോദ്യം ഇത് തന്നെയാണ്. പലപ്പോഴും പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ നിശബ്ദമായി ഉറങ്ങുന്നു എന്നുള്ളത് വേദനാജനകമാണ് ക്രിസ്തുവിന്. അതിന് രൂപാന്തരം ഉണ്ടാകണം. ധാരാളം പ്രാർത്ഥന ഉണ്ടായാൽ മാത്രമേ ഈ ശുശ്രൂഷയിൽ നിൽക്കുവാൻ. കാരണം നമ്മൾ ബലഹീനരാണ്. നമ്മെ തിരഞ്ഞെടുത്ത ഇത് ദൈവത്തിന്റെ കാരുണ്യമാണ്. അപ്പൊ ആ കാരുണ്യത്തെയാണ് ഒരു പുരോഹിതനെ അവഹേളിക്കുമ്പോൾ അല്ലെങ്കിൽ തെറ്റായി പറയുമ്പോൾ ദൈവത്തിന്റെ ആ ഒരു കാരുണ്യത്തെയാണ് അവഹേളിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. നാമോ ക്രിസ്തുയേശുവിന്റെ മനസ്സുള്ളവർ എന്നാണ്. ക്രിസ്തുവിന്റെ മനസ്സറിയുവാൻ, അവന്റെ ജനത്തോടൊപ്പമുള്ള സ്നേഹം, വേദന, അവരെക്കുറിച്ചുള്ള ഭാരം, ആ ഒരു ചിന്ത അറിയുവാൻ കഴിഞ്ഞാൽ ശുശ്രൂഷ ഫലവത്തായി ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ശുശ്രൂഷകൻ പ്രാർത്ഥനയിൽ ഉന്നത നിലവാരം പുലർത്തുകയും അതുപോലെ ജനങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. ശുശ്രൂഷകന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ യോശുവ യുദ്ധത്തിന് പോകുമ്പോൾ മോശ പ്രാർത്ഥനയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. മോശയുടെ കരങ്ങൾ താഴുമ്പോൾ അവന്റെ കരങ്ങളെ താങ്ങുവാൻ വേണ്ടി 2 പേര് വരികയാണ്, അഹരോനും ഹൂരും. അപ്പൊ അങ്ങനെ അവർ താങ്ങി നിർത്തുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന യോശുവ യുദ്ധം ചെയ്യുന്നുവെങ്കിലും വിജയം പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ്. മോശയുടെ കരം താണു പോകുമ്പോൾ ഇസ്രായേൽ തോൽക്കും. അങ്ങനെ പ്രാർത്ഥന അനിവാര്യമാണ്. ഈ പ്രാർത്ഥനയിലൂടെ മാത്രമേ സഭ അനുഗ്രഹീതമായി ഉണർവിലും ദൈവത്തിന്റെ ബന്ധത്തിലും മുന്നോട്ട് നയിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ, വിശുദ്ധ സഭയായി. അതുകൊണ്ട് ശുശ്രൂഷയുടെ പോരായ്മ ക്രിസ്തുവിനോടുള്ള ആഴമായ ബന്ധത്തിൽ ശരിയാക്കപ്പെടണം. അത് മാത്രമല്ല, അനാവശ്യമായ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ ശുശ്രൂഷകൻ ക്രിസ്തുവിന്റെ മുറിവുകളെ സ്മരിക്കുവാൻ ഉള്ള മനസ്സുള്ളവനായി മാറണം. എങ്കിലേ ആശ്വാസം ഉണ്ടാകുകയുള്ളൂ, എങ്കിലേ പുൽക്കുറ്റ് അനുഗ്രഹമായി തീരുകയുള്ളൂ. എന്നാൽ മാത്രമേ അനുഗ്രഹീതമായ ഒരു ദൈവജനത്തെ വാർത്തെടുക്കുവാൻ കഴിയുകയുള്ളൂ. ശുശ്രൂഷയെ മാനിക്കുകയും ശുശ്രൂഷകനെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. മെജോറിറ്റി ആ ജനങ്ങളാണ്. നമ്മൾ കേൾക്കുന്ന തെറ്റായ ശബ്ദങ്ങളെല്ലാം ബഹുഭൂരിപക്ഷം ജനത്തിൻ്റെതല്ല, വെറും വിരലെണ്ണാവുന്ന ആൾക്കാരുടേതാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ വേദനാജനകമായ പെരുമാറ്റങ്ങളിൽ മുഴുവൻ ജനത്തോടും വിരോധം തോന്നാതെ ദൈവത്തിന്റെ ജനമായി, ദൈവത്തിന്റെ ശുശ്രൂഷകരായി അനുഗ്രഹീതമായ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവേ, സഭയുടെ അനുഗ്രഹീതമായ രൂപാന്തരത്തിനും നിലനിൽപ്പിനും വേണ്ടി, സാക്ഷ്യ നിർവഹണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ ആ ജനത്തിന് അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ശുശ്രൂഷകരായ ഞങ്ങളെപ്പോലുള്ളവരെയും അങ്ങ് ഒരുക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. വേദനയുടെ ആഴങ്ങളിലും ഭാരങ്ങളിലും ക്രിസ്തുവിന്റെ മുറിവുകളെ സ്മരിക്കുവാൻ, അങ്ങോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം. മഹത്വം അങ്ങ് സ്വീകരിക്കണം. ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ കർത്താവേ. അവിടെ ഞങ്ങളെ തിരഞ്ഞെടുത്തു, അതിനായി സ്തോത്രം. അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാനും സഹായിക്കണം. യേശുവിന്റെ ധന്യനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ കരുണയും കൃപയും കൂട്ടായ്മയും നാം എല്ലാവരോടും ഇന്നും എന്നേക്കും കാലാവസാനം കൂടായിരിക്കുമാറാകട്ടെ. ആമേൻ.